ആഭ്യന്തര സംഘർഷത്തിൽ വലയുകയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39 കേന്ദ്രങ്ങളിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം നടന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളും പിടിച്ചെടുത്തു. ഇന്ത്യക്കെതിരായി പടയൊരുക്കം നടത്തുന്നതിനിടെ നിരവധി സൈനികരാണ് ആഭ്യന്തര സംഘർഷത്തിൽ തന്നെ കൊല്ലപ്പെടുന്നത്. ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന് തെഹ്രീക്കെ ഇൻസാഫും ആവശ്യമുന്നയിക്കുകയാണ്. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷം നേരത്തെ തന്നെ ശക്തമായിരുന്നു. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പുതിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്താണ് നമുക്കിപ്പോൾ അറിയാനാകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളായി 39 ഇടങ്ങളിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായത്. പാകിസ്ഥാനിൽ വലിയ രീതിയിൽ തന്നെയാണ് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട PTIയുടെ പ്രതിഷേധവും അതും തുടരുന്നുണ്ട്. അങ്ങനെ ആഭ്യന്തര കലാപവും പ്രതിപക്ഷ പ്രതിഷേധവും ഒക്കെ പാകിസ്ഥാൻ ഭരണകൂടത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒന്ന്, ഈ നേരത്തെ തന്നെ ഈ അധിനിവേശ മേഖലയിൽ നിന്നും ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പോരാട്ടം, അവർ നേരത്തെ അവിടെ പ്രദേശങ്ങളിലടക്കം നടത്തിയ പോരാട്ടത്തിൽ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ 14 ആർമി ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ട സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ തുടർച്ചയായി അവരുടെ പ്രതിഷേധവും അവരുടെ പോരാട്ടവും ശക്തമാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. 39 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന സംഘടനയുടെ നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ചിലയിടങ്ങളിൽ സർക്കാർ ഓഫീസുകളടക്കം പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നുമുണ്ട്. സർക്കാരാണെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ഉയർത്തുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയുമാണ്. ഇതിൽ ആഭ്യന്തര കലാപം നല്ല രീതിയിൽ പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കുന്ന ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു ഭീകരരെ പിന്തുണയ്ക്കുന്ന സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന ആരോപണം അത് പരാതിയായി തന്നെ ഇന്ത്യ ഉന്നയിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോൾ ഒപ്പം ഇമ്രാൻഖാനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് PTI അടക്കം നടന്ന പ്രതിഷേധം നിലനിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രതിഷേധം നിലനിൽക്കുമ്പോൾ അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇങ്ങനെ ഇന്ത്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അതിർത്തിയിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാക്കുന്ന സമീപനം അത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന വിലയിരുത്തൽ തന്നെ പൊതുവെയുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ആ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നതും.